ഹലോ 10 PSC ക്വസ്റ്റ്യൻസ് ഇൻ 10 മിനിറ്റ്സ് പാർട്ട് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇമെക്കിൻ്റെ 28 നവംബറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ജിയോസിൻക്രണസ് സാറ്റലൈറ്റ്? ജിയോസിൻക്രണസ് സാറ്റലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നോ നീഡ് ടു സ്വിച്ച് ഫ്രം വൺ സാറ്റലൈറ്റ് ടു അതർ. ഒരു സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം ജിയോസിൻക്രണസിൽ 3 സാറ്റലൈറ്റുകളാണ് ഉപയോഗിക്കുക. മൊത്തം എർത്തിനെ ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സാറ്റലൈറ്റ്സ് ആണ് ഉപയോഗിക്കുക. അതിൽ സ്വിച്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അത് ഒരുപാട് ഹൈറ്റിലാണ് ഉള്ളത്. അത് ശരിയാണ്, ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നോ കവറേജ് ഇൻ പോളാർ റീജിയൻ. ശരിയാണ്, കവറേജ് ഇല്ല പോളാർ റീജിയനിൽ. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്. ഇനി ഇറ്റ് റിമെയിൻസ് സ്റ്റേഷനറി റിലേറ്റീവ് ടു എർത്ത് സ്റ്റേഷൻ. അതെ, ഇത് സ്റ്റേഷനറി ആയിട്ടാണ്, എർത്ത് സ്റ്റേഷൻ സ്റ്റേഷനറി ആയിട്ടാണ് നമുക്ക് തോന്നുക. കാരണം അത് അത്ര ഹൈറ്റിലാണ്. ഇഫക്റ്റ് ഓഫ് ഡോപ്ലർ ഷിഫ്റ്റും നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം വിച്ച് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നോ കവറേജ് ഇൻ പോളാർ റീജിയൻ ആണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ബാക്കിയെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The combination of receiver, amplifier and transmitter in satellite communication is known as. അപ്പോൾ റിസീവർ, ആംപ്ലിഫയർ, ട്രാൻസ്മിറ്റർ ഇതിനെല്ലാം കൂടെ നമ്മൾ സാറ്റലൈറ്റിൽ പറയണത് ട്രാൻസ്ഡ്യൂസർ എന്നാണോ? അല്ല. മൾട്ടിപ്ലെക്സർ എന്നാണോ? അല്ല. സെൻസർ ആണോ? അല്ല. ട്രാൻസ്പോണ്ടർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, if the number 25 in the radix x number system is equivalent to 15 in decimal, what is the value of x? ഓക്കെ, അപ്പോൾ 25 എന്ന റാഡിക്സ് എക്സ് നമ്പർ സിസ്റ്റത്തിലെ നമ്പർ എന്ന് പറയുന്നത് ഡെസിമലിൽ 15 ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ശരിക്കും PSCയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റദ്ദാക്കിയതാണ്. പക്ഷെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 25 എന്ന റാഡിക്സ് എക്സിൽ ഒരു നമ്പർ സിസ്റ്റത്തിൽ 25 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ 5ൻ്റെ വെയിറ്റ് എക്സ് റേസ് ടു 0 ആയിരിക്കും, 2ൻ്റെ വെയിറ്റ് എക്സ് റേസ് ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വെയ്റ്റഡ് സം എടുത്തു കഴിഞ്ഞാൽ, അതായത് 2 ഇൻറ്റു എക്സ് റേസ് ടു 1 പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ 15 ആയിരിക്കും. ഓക്കെ, അതായത് 2x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 15 ആണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 10, 10/2 5ആണ് ശരിക്കും എക്സിൻ്റെ ഉത്തരം. അപ്പോൾ റാഡിക്സ് 5 ഉള്ള ഒരു ഇതാണ് 25 എന്ന് പറയുന്നത്. 25 എന്ന് പറയുന്നത് റാഡിക്സ് 5 ഉള്ള ഒരു നമ്പറാണ്. അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 15 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഡെസിമൽ 10 is represented as 1000 in ബൈനറി കോഡ്. അല്ല, ബൈനറി കോഡിൽ 1010 എന്നാണ് 10നെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഡെസിമൽ 9 is represented as 1011 in XS3 കോഡ്. ഡെസിമൽ നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001 ആണ് ബൈനറിക്കകത്ത്. ഓക്കെ, അപ്പോൾ XS3 എന്ന് പറയുമ്പോൾ 3യും കൂടെ ആഡ് ചെയ്യണം, അതായത് പ്ലസ് 011 കൂടെ ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം. 1001 പ്ലസ് 011 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടാൻ പോണോ? 1 + 1 0 1 1 + 1 again 0 1 1 1 1100 എന്നാണ് കിട്ടുക. 1011 എന്നല്ല. അടുത്തത് ഡെസിമൽ 9 is represented as 1010 in BCD കോഡ്. അല്ല, BCD കോഡിനകത്ത് 1001 തന്നെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത 10 is represented as ഡെസിമൽ 10 is represented as 1111 in ഗ്രേ കോഡ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നോക്കി നോക്കാം. 10ന് ബൈനറി എന്താണ്? 1010 അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് ഗ്രേ കോഡ് കാണുക? ഗ്രേ കോഡ് കാണുമ്പോൾ ഈ 1ന് ഇങ്ങനെ തന്നെ എഴുതുക. ഈ 1ഉം 0യും കൂടെ നമുക്ക് എക്സോർ ചെയ്യാം. 1 XOR 0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഈ 0യും 1ഉം കൂടെ എക്സോർ ചെയ്യുമ്പോൾ 1 കിട്ടും. ഈ 1ഉം 0യും കൂടെ എക്സോർ ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ശരിയാണ് പറഞ്ഞത്, 1111 ആണ് അതിൻ്റെ ഗ്രേ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഡെസിമൽ 10 is represented as 1111 in ഗ്രേ കോഡ്. അടുത്ത ചോദ്യം, the simplified form of the logic expression AB plus A bar B plus AB bar plus A bar B bar is. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത് നോക്കാം.
എ ബി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു ബി ബാർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ബി പുറത്തേക്ക് എടുക്കാം, ബി ഇൻറ്റു എ പ്ലസ് എ ബാർ പ്ലസ് ഇവിടെ നമുക്ക് ബി ബാർ പുറത്തേക്ക് എടുക്കാം, എ പ്ലസ് എ ബാർ. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ ഇവിടെയും എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ബി പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറയും ബി തന്നെ വരും, ബി പ്ലസ് ബി ബാർ എന്ന് വരും. ബി പ്ലസ് ബി ബാറും 1 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം 1 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. An OR gate with 2 inputs is followed by a NOR gate where one input of the NOR is grounded. If inputs to the OR are A equal to 1 and B equal to 0, what will be the final output of the circuit? നമുക്ക് നോക്കി നോക്കാം. അതായത് ഒരു OR ഉണ്ട്, 2 ഇൻപുട്ടുള്ള ഒരു OR ഉണ്ട്, അതിൻ്റെ പുറകിൽ ഒരു NOR വരുന്നുണ്ടെന്നാണ് പറയണം. ഓക്കെ, അപ്പോൾ OR വിത്ത് നോട്ടാണല്ലോ NOR എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ORൻ്റെ ഇൻപുട്ടുകൾ A ഈക്വൽ ടു 1ഉം B ഈക്വൽ ടു 0യുമാണ്. ഇനി NORലേക്കുള്ള ഒരു ഇൻപുട്ട് ഗ്രൗണ്ടഡുമാണ്. അപ്പോൾ ഇത് 1ഉം ഇത് 0യും വരുമ്പോൾ ഇവിടെ OR ആയതുകൊണ്ട് തന്നെ ഇത് 1 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 0യും വരുമ്പോൾ NORൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? OR ആയിരുന്നെങ്കിൽ ഇത് 1 വന്നാനേ, അപ്പോൾ NOR ആവുമ്പോൾ ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? 0 ആണ്. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം, ഹൗ മെനി സെലക്ട് ഇൻപുട്സ് are required for 1:32 demultiplexer? 1:32 demultiplexറിനകത്ത് എത്ര സെലക്ട് ഇൻപുട്സ് ആണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിമക്സിൻ്റെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻ പറയുക, എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് എത്ര സെലക്ട് ലൈൻസ് എന്നാണ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ n സെലക്ട് ലൈനുകളാണ് അതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ഇൻപുട്ടും കുറേ ചാനലുകൾ 2n ചാനലുകൾ ഔട്ട്പുട്ടും ഉള്ള ഒരു ഡിവൈസാണ് ഈ ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ് ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ 2/5 അല്ലേ ഈ 32 എന്ന് പറയുന്നത്? അപ്പോൾ 5 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ എത്ര സെലക്ട് ലൈൻ വേണം? 5 സെലക്ട് ലൈൻസ് വേണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. How many 2 to 4 line decoders are required to implement a 4 to 16 line decoder? എത്ര 2 to 4 decoder വേണമെന്ന്? എന്തിന്? 4 to 16 line decoder ഉണ്ടാക്കാൻ. നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ 2 to 4 ഡീകോഡർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 4 to 16 ഡീകോഡറാണ് കാണിച്ചിട്ടുള്ളത്. അതായത് 5 ഡീകോഡേഴ്സ് വേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. അതായത് 4 to 16 ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻപുട്ടുകൾ? A3, A2, A1, A0. ഔട്ട്പുട്ടുകളോ D0, D1 ഇങ്ങനെ D15 വരെ. ഓക്കെ, ഇതാണ് 4/16 ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് A3യും A2വും നോക്കൂ, A2 A3 എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ഡീകോഡറിലും. അത് എനേബിൾ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടുകളാണ് ബാക്കി ഡീകോഡറുകളിലെ സെക്കൻഡ് ലെവൽ ഡീകോഡറുകളിലെ എനേബിൾ ഔട്ട്പുട്ടായിട്ടും പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഔട്ട്പുട്ടാണ് എനേബിളിലേക്ക് ഇൻപുട്ടായിട്ട് പോയിട്ടുള്ളത്. അപ്പോഴാണ് ഇത് ഓരോന്നും ഇപ്പോൾ ഇത് 0 0 എന്ന് വരുമ്പോൾ ആദ്യത്തെ ഔട്ട്പുട്ട് 0 എന്ന് പറയുന്നത്. അതേപോലെ അടുത്തത് ഇപ്പോൾ 0 1 എന്ന് പറയുമ്പോൾ ഇത് എനേബിൾ ആവുകയും ഇത് ഈ ഡീകോഡർ എനേബിൾ ആവുകയും ഇതിൻ്റെ ഔട്ട്പുട്ട് വരികയും ചെയ്യുന്നു. അതായത് നമുക്കിപ്പോൾ നോക്കാം 0 0 0 0 വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതും 0 ആണ്, ഇതും 0 ആണ് കേട്ടോ. ഇതൊക്കെ 0 ആണ്. A0 A1 A0 A1 എല്ലാം 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരിക? ഇവിടുത്തെ ആദ്യത്തെ ഡീകോഡർ എനേബിൾ ആവുകയും ആദ്യത്തെ D0 ഔട്ട്പുട്ട് വരികയും ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 5 കേട്ടോ. അപ്പോൾ ഹൗ മെനി 2 to 4 line decoders are required? 5. ഓക്കെ, അടുത്ത ചോദ്യം, a 2 input XOR gate can be implemented using a 2/1 multiplexer by. ഒരു 2 ഇൻപുട്ട് XOR എങ്ങനെയാണ് 2:1 മക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്?
അതായത് നമുക്ക് നോക്കാം, ഒരു 2:1 മക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എക്സോറിൻ്റെ നമുക്ക് എങ്ങനെ അറിയാം, എയും ബിയും ഉണ്ടെങ്കിൽ 0 0 0 1 1 0 1 1ന് ഈ രണ്ടെണ്ണത്തിനാണ് ഔട്ട്പുട്ട് 1 വരാൻ പോകുന്നത്, ബാക്കി രണ്ടും 0 ആണ് അല്ലേ. അപ്പോൾ 0യും 0യും കൊടുത്തു നോക്കിയെന്ന് വിചാരിക്കുക. 0യും 0യും കൊടുക്കുമ്പോൾ മൾട്ടിപ്ലെക്സറിനകത്ത് 0 അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എയിലുള്ള 0 ആണ് ഔട്ട്പുട്ട് ചെയ്ത് വരാൻ പോകുന്നത്. ഇനി ഇവിടെ 0യും ഇത് 1ഉം ആയെന്ന് വിചാരിക്കുക. 0യും ഇത് 1ഉം ആണെങ്കിൽ ബി 1 ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ബി 1 ആയി കഴിയുമ്പോൾ ഈ 0ൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1 ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ എ 1 ആയി കഴിഞ്ഞാലോ 1ഉം ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ 1 ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ XOR എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം മൾട്ടിപ്ലെക്സറിൽ, എയും എ ബാറും രണ്ട് ഇൻപുട്ടുകളിലായിട്ടും അടുത്ത മൾട്ടിപ്ലെക്സറിൻ്റെ XOR ഗേറ്റിൻ്റെ അടുത്ത ഇൻപുട്ട് ബി എന്ന് പറയുന്നത് സെലക്ട് ലൈനിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു 2:1 മക്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഉത്തരം ഏതാണെന്ന് നോക്കാം. കണക്റ്റിംഗ് 1 ഇൻപുട്ട് ടു സെലക്ട് ലൈൻ ആൻഡ് അതർ ടു ബോത്ത് ഡാറ്റ ഇൻപുട്ട്സ്. ഇതല്ല, കണക്റ്റിംഗ് 1 ഇൻപുട്ട് ടു സെലക്ട് ലൈൻ, സെക്കൻഡ് ഇൻപുട്ട് ടു 1 ഡാറ്റ ഇൻപുട്ട് ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് സെക്കൻഡ് ഇൻപുട്ട് ടു അതർ ഡാറ്റ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, in a D flip-flop, complement of output is fed back to input. If the clock frequency is 30 Hz, what will be the frequency of the output? Okay, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇതെങ്ങനെയാണെന്ന്. നോക്കൂ, ഈ സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കും. അതായത് ക്യൂ ബാർ ഫീഡ്ബാക്ക് ലൂപ്പ് ഡിയിലേക്ക് വന്നു. ഫ്രീക്വൻസി എഫിനാണെങ്കിൽ, ക്ലോക്ക് ഫ്രീക്വൻസി ഇതാണ്, ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി എഫിനാണെങ്കിൽ നോക്കൂ ഇവിടെ എന്താണ് സംഭവിച്ചത്, ക്ലോക്കിൻ്റെ ഓരോ പോസിറ്റീവ് എഡ്ജിലും ഇത് മാറുന്നുണ്ട്, ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ആദ്യം ഡിയിൽ എന്താണോ അത് ക്ലോക്കിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഡിയിൽ ഇപ്പോൾ ആദ്യം 1 ആണ് വന്നതെന്ന് വിചാരിക്കുക. 1 വന്നപ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്യൂവിൽ 1 വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ 0 ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 0 ഡിയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഡിയിലേക്ക് പോയിട്ട് അടുത്ത ക്ലോക്ക് വരുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുക അല്ലേ. ആ 0 അടുത്ത എഡ്ജ് വന്നപ്പോൾ 0 ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്രീക്വൻസി ടൈം പീരീഡ് ഡബിൾ ആവുകയും ഫ്രീക്വൻസി ഹാഫ് ആവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30 Hz ആണ് ക്ലോക്ക് ഫ്രീക്വൻസി എങ്കിൽ 15 Hz ക്ലോക്ക് ഫ്രീക്വൻസി ആയി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.